എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പുതിയൊരു ടോപ്പിക്, ഒരു റിക്വസ്റ്റ് ടോപ്പിക്ക് ഗ്ലോക്കോമ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഗ്ലോക്കോമയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയാം. കണ്ണിനുള്ളിലെ ഗ്ലോക്കോമയെ പറ്റി നമുക്കറിയുന്നതിന് മുമ്പ് കണ്ണിനുള്ളിലെ പ്രഷറിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ണിൻ്റെ നോർമൽ പ്രഷർ 10നും 21നും ഇടയിലാണെന്ന്. കണ്ണിലെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അക്വസ് ഹ്യൂമർ എന്നുള്ളൊരു ഫ്ലൂയിഡാണ്. അതായത് നമ്മുടെ കണ്ണിൻ്റെ ഏറ്റവും മുന്നിലായിട്ട് കാണുന്ന ഭാഗമുണ്ട്, നമ്മൾ കാജപടലം എന്ന് പറയുന്ന ഭാഗം, നമ്മുടെ കറുപ്പായിട്ട് കാണുന്ന ഭാഗം. അതിൻ്റെ പിന്നിൽ ഐറിസ് അഥവാ കൃഷ്ണപടലം എന്നും കൂടെ ഒരു ഭാഗമുണ്ട്. നമ്മുടെ കണ്ണിന് കളർ കൊടുക്കുന്ന ഭാഗമാണ് കൃഷ്ണപടലം. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ട്, ലെൻസിൻ്റെയും കൃഷ്ണപടലത്തിൻ്റെയും ഏറ്റവും ഫ്രണ്ടിൽ കാണുന്ന ഈ പാളിയുടെയും നടുവിലായിട്ടാണ് അക്വസ് ഹ്യൂമർ എന്നുള്ള ഫ്ലൂയിഡ് നിൽക്കുന്നത്. അക്വസ് ഹ്യൂമർ ഒഴുകി പോകുന്ന ചെറിയ ഭാഗങ്ങൾ ഒക്കെ നമ്മുടെ കണ്ണിനുള്ളിലുണ്ട്. അപ്പോൾ അക്വസ് ഹ്യൂമറിൻ്റെ പോക്ക്, അതിൻ്റെ ഒഴുക്ക്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ കണ്ണിനുള്ളിലെ പ്രഷർ എങ്ങനെ മെയിൻറ്റെയിൻഡ് ആവുന്നു എന്നുള്ളത് അതിനെ ആശ്രയിച്ചിരിക്കും. സോ അപ്പോൾ അത് നമുക്ക് ഗ്ലോക്കോമയെ പറ്റി നമ്മൾ അറിയുമ്പോൾ നമുക്ക് ഗ്ലോക്കോമ വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ഏറ്റവും റിസ്ക് ആയിട്ടുള്ളവർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഫാമിലി ഹിസ്റ്ററി, പാരമ്പര്യമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ നമ്മുടെ അച്ഛന്, അമ്മയ്ക്ക്, നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്ലോക്കോമ വരാനുള്ള ഒരു റിസ്ക് വളരെ കൂടുതലാണ്. പിന്നെ നമുക്ക് BP കൂടുതലുള്ള ആൾക്കാർക്ക്, ഷുഗർ, ഡയബറ്റിക് ഉള്ള ആൾക്കാർക്ക്, ഗർഭനിരോധന ഗുളികകൾ ഒരുപാട് വർഷങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, കണ്ണിലെ തന്നെ മറ്റ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നവർ, കണ്ണിൽ സ്റ്റിറോയിഡ് ഉപയോഗിക്കുന്നവർ, ലോങ് ടേം ആയിട്ട് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ വെറുതെ സ്റ്റിറോയിഡ് മേടിച്ച് ഫാർമസിയിൽ നിന്നൊക്കെ വെറുതെ ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മേടിച്ച് ഉപയോഗിക്കുന്നവർ, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ കണ്ണിലെ പ്രഷർ കൂടാനായിട്ടുള്ള സാധ്യത കൂടുതലായിട്ടുള്ളവരാണ്. അപ്പം പിന്നീടുള്ളത് കണ്ണിൻ്റെ ഗ്ലോക്കോമ ഏതൊക്കെ ടൈപ്സാണ്. ഏറ്റവും മെയിനായിട്ട് നമുക്ക് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ, ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ, ഈ രണ്ട് തരത്തിലുള്ളതാണ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. മറ്റ് സബ് ടൈപ്സ് ഒക്കെ ഉണ്ട്, നോർമൽ ടെൻഷൻ ഗ്ലോക്കോമ, അങ്ങനെയൊക്കെ. കണ്ണിലെ പ്രഷർ അധികമായിട്ട് കണ്ണിൻ്റെ നരമ്പ്, കണ്ണിൻ്റെ മെയിൻ നരമ്പാണ് ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്ന നരമ്പ്. ഈ നരമ്പിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച കുറയും. കണ്ണിൻ്റെ കാഴ്ച ഒത്തിരി ഒരു എൻഡ് സ്റ്റേജിലേക്ക്, അഡ്വാൻസ് സ്റ്റേജിലേക്ക് വരുമ്പോൾ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞ് പൂർണ്ണമായിട്ട് കാഴ്ച നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരും. കണ്ണിൻ്റെ നരമ്പ് പ്രഷർ കാരണം ഡാമേജ് ആവുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. സോ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മുടെ ആംഗിൾ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് കാണുന്ന കാജപടലവും കൃഷ്ണപടലവും ഐറിസും കൂടെ ചേരുന്ന ഭാഗത്താണ് കണ്ണിൻ്റെ ഒരു ആംഗിൾ. ആ ഭാഗത്തുള്ള സ്ട്രക്ചേഴ്സ് വഴിയാണ് നമ്മുടെ കണ്ണിനുള്ളിലെ അക്വസ് ഹ്യൂമർ ഒഴുകിപ്പോകുന്നത്. അപ്പോൾ കണ്ണിനുള്ളിൽ പ്രഷർ അധികമായിട്ട് കൂടുന്നു, എന്നാൽ ആ ആംഗിൾ അടയുന്നില്ല. അടയാതെ തന്നെ മറ്റ് കാരണങ്ങളാൽ കണ്ണിൽ പ്രഷർ കൂടുന്നു. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ഒരുപാട് നാളുകൊണ്ട് സ്റ്റിറോയിഡ് യൂസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പ്രഷർ കൂടുമ്പോഴാണ് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്ന് നമ്മൾ പറയുന്നത്. ആ ഭാഗം നമുക്ക് അടയുന്നില്ല. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ കണ്ണിലെ പ്രഷർ വളരെയധികം ഒരുപാട് നാൾ കൂടിക്കൂടി നിൽക്കുമ്പോൾ കണ്ണിനുള്ളിൽ ഞാൻ പറഞ്ഞ നരമ്പ് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ ഒരു ടൈപ്പ്. അതിന് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കണ്ണിൽ പ്രഷർ കുറയ്ക്കാനായിട്ടുള്ള മരുന്ന്, സ്റ്റിറോയിഡ് പോലെയുള്ള ട്രിഗറിങ് ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക. നമ്മുടെ BP ഒക്കെ കൂടുതലായിട്ടുള്ള ആൾക്കാർ അതിൻ്റെ ടാബ്ലറ്റ്സ് ഒക്കെ എടുത്ത് അത് കുറയ്ക്കുക. എന്തായാലും കണ്ണിലെ പ്രഷർ കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള തുള്ളി മരുന്നുകളാണ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നത്. ടാബ്ലറ്റ് ഫോം നമുക്ക് അവൈലബിൾ ഉണ്ട്. തുള്ളി മരുന്നുകളാണ് കൂടുതലായിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നത്. പ്രോസ്റ്റാഗ്ലാൻഡിൻ, ബീറ്റാ ബ്ലോക്കേഴ്സ് ഒക്കെ പോലെയുള്ള തുള്ളി മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാം. രണ്ടാമത്തെ ഒരു ടൈപ്പാണ് ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ. ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ എന്ന് പറയുന്നിടത്ത് നമ്മൾ ഈ പറഞ്ഞ ആംഗിൾ, അതായത് കണ്ണിൻ്റെ കൃഷ്ണപടലവും കാജപടലവും, കോർണിയ ആൻഡ് ഐറിസ്, ഇത് രണ്ടിനിടയിലുള്ള അക്വസ് ഹ്യൂമർ ഒഴുകി പോകുന്ന ഭാഗം, അങ്ങനെ അതിൻ്റെ ആംഗിൾ നമ്മൾ പറയുന്നു. ആ ഒഴുകി പോകുന്ന ഭാഗം കുറച്ച് ക്ലോസ്ഡ് ആയിട്ടിരിക്കും. ഐറിസ് മുന്നോട്ട് വരുമ്പോഴേക്കും ഈ ഭാഗങ്ങൾ ക്ലോസ്ഡ് ആയിട്ട്, ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കേണ്ട സാധനം കുറച്ച് അടുത്ത് ചേർന്നിരിക്കുന്നു, കുറച്ച് ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്നു. അങ്ങനെ വരുന്ന കണ്ടീഷനിലാണ് ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ. ഈ ക്ലോസ്ഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇതുവഴി ഒഴുകി പോകേണ്ട അക്വസ് ഹ്യൂമർ ഒരു കാരണവശാലും ഒഴുകി പോവുകയില്ല, അതവിടെ ബ്ലോക്കായി നിൽക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ അക്വസ് ഹ്യൂമർ അവിടെ കൂടുതലായിട്ട് നിൽക്കും, ഫ്ലൂയിഡ് കൂടുതലായിട്ട് നിൽക്കും. അങ്ങനെ കണ്ണിനുള്ളിലെ പ്രഷർ അധികമായിട്ട് കൂടുമ്പോഴേക്കും നമ്മുടെ കണ്ണ് നരമ്പിന് ഡാമേജ് വരുന്നു. ഇപ്പോൾ ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ വരാനുള്ള കാരണങ്ങൾ, ഒന്നുകിൽ നേരത്തെ കണ്ണിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ്, അതായത് കണ്ണിൽ നീർക്കെട്ട്, യുവേറ്റിസ്, അങ്ങനെയുള്ള അസുഖങ്ങൾ വന്നിട്ടുള്ളവർക്ക് വരാം. അതല്ലെങ്കിൽ വേറൊരു മെയിൻ റീസൺ കാട്രാക്റ്റ്, തിമിരം. അതാണ് ഞാൻ നേരത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, തിമിരവും ഗ്ലോക്കോമയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. ചെറിയൊരു ബന്ധമുണ്ട് കേട്ടോ. തിമിരം വളരെയധികം
ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ട് ഒത്തിരി മെച്യൂർ ആയിട്ടുള്ള ഒരു തിമിരമാണെങ്കിൽ, ഒത്തിരി നല്ല ഒപ്പേക്ക് ആയിട്ടുള്ള ഒരു തിമിരമാണെങ്കിൽ, ഈ ലെൻസ്, നമ്മുടെ കണ്ണിൽ നോർമലായിട്ടുള്ള ലെൻസ് നമ്മുടെ കൃഷ്ണപടലത്തിൻ്റെ പുറകിലായിട്ട് നിൽക്കുന്ന ലെൻസിന് എന്ത് സംഭവിക്കും? ലെൻസിലേക്ക് വെള്ളം കൂടുതലായിട്ട് നിറഞ്ഞിട്ട് ലെൻസിൻ്റെ നോർമൽ സൈസ് ഇതാണെങ്കിൽ ഇങ്ങനെ വീർക്കാൻ തുടങ്ങും. ഈ വീർക്കാൻ തുടങ്ങുമ്പോൾ പുറയിലുള്ള കൃഷ്ണപടലത്തിലേക്ക് അഥവാ ഐറിസിലേക്ക് ലെൻസിൻ്റെ ഒരു പ്രഷർ വരും. ഐറിസ് കുറേ മുന്നോട്ടേക്ക് നീങ്ങും. അപ്പോൾ ഇത് ഐറിസ് ആണെങ്കിൽ ഈ ആംഗിൾ കൂടുതലായിട്ട് ക്ലോസ്ഡ് ആവും. പുറകിൽ നിന്നുള്ള പ്രഷർ കാരണം കൂടുതലായിട്ട് ക്ലോസ് ആവും. വീണ്ടും എന്ത് സംഭവിക്കില്ല? ആക്വസ് ഹ്യൂമർ ഇതിനുള്ളിലൂടെ പാസ് ചെയ്ത് പോവുകയില്ല. അപ്പോൾ വീണ്ടും പ്രഷർ വളരെയധികം കൂടുന്ന സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് കാറ്ററാക്റ്റ് ഒരുപാട് അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് പോകാതെ കാറ്ററാക്റ്റ് നേരത്തെ തന്നെ റിമൂവ് ചെയ്യണമെന്ന്. ഒരു കാറ്ററാക്റ്റ് സ്റ്റാർട്ടായി ഒരു മീഡിയം സ്റ്റേജിലെങ്കിലും എത്തുമ്പോഴത്തേക്കും നമ്മൾ കാറ്ററാക്റ്റ് റിമൂവ് ചെയ്യണമെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കണ്ടീഷൻസ്, അതായത് ആംഗിൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഗ്ലോക്കോമയിൽ, ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമയിൽ നമ്മുടെ മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ലേസറാണ് നമ്മൾ ചെയ്യുന്നത്. ലേസർ ചെയ്യുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കൃഷ്ണപടലം അഥവാ ഐറിസിൽ ഒരു ചെറിയ ഹോളിടും. അപ്പോൾ നമുക്കൊരു ബൈപ്പാസ് റൂട്ട് കിട്ടും. അതായത് ഇതുവഴി പോകേണ്ട സാധനം നമ്മൾ ഇവിടെ ഒരു ഹോൾ ഇട്ടപ്പം അതുവഴി ഒഴുകിപ്പോയി. അങ്ങനെ നമ്മളൊരു ബൈപ്പാസ് റൂട്ട് ക്രിയേറ്റ് ചെയ്യും. അതാണ് നമ്മൾ ചെയ്യുന്നത്. സോ അതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ടെമ്പററി ആയിട്ട് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളാണ്. പെർമനൻ്റ് ആയിട്ട് നമുക്ക് കണ്ണിലെ പ്രഷർ കുറയ്ക്കാനായിട്ട് നമുക്ക് ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമയിലും ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റാണ് ട്രാബിക്കുലെക്ടമി എന്ന് നമ്മൾ പറയും. ഇപ്പോൾ കാറ്ററാക്റ്റ് ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ 2 സർജറി ഒരുമിച്ച് ചെയ്യും. കാറ്ററാക്റ്റും റിമൂവ് ചെയ്യും, ട്രാബിക്കുലെക്ടമിയും ചെയ്യും നമ്മൾ ചെയ്യുന്നത്. സോ ഗ്ലോക്കോമയെ പറ്റിയുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ആയിട്ടല്ലെങ്കിലും ഒരു അത്യാവശ്യം വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്താൽ നമ്മൾ അതിൻ്റെ ഉത്തരങ്ങൾ അടുത്ത വീഡിയോസായിട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റഡ് ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള വീഡിയോസ് നമ്മൾ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നന്ദി.